ഹായ് മച്ചാമാരെ. അപ്പം നമ്മൾ പലരും പണ്ട് കോമ്പി കളിച്ചിട്ട് ഇപ്പം കോമ്പിയൊന്നും കളിക്കാതെ പല പല റീസൺസ് ആയിട്ട് അത് നിർത്തിയ ആൾക്കാരായിരിക്കുമല്ലേ. അപ്പം ഞാൻ പണ്ട് കോമ്പി കളിച്ചിരുന്ന ഒരാളാണ്. അപ്പം അതിൽ നിന്ന് കുറച്ച് ലേൺ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സ്ക്വാഡായിട്ട് കളിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു വണ്ടിയിലാണ് പോകുന്നത് വെച്ചാൽ അത് ഇന്നത്തോടെ തന്നെ നമ്മൾ നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തിട്ട് കറങ്ങാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാവേ. ഇപ്പോൾ തന്നെ ആ ടീമിൽ വന്നവർക്ക് നമ്മൾ 0 ചാൻസ് ആണ് കൊടുത്തത്. ഒരാളെ ഫയർ ചെയ്യാൻ പോലുള്ള ചാൻസ് കിട്ടിയില്ല അവർക്ക്. നമ്മൾ 4 സൈഡിൽ നിന്നും കൂടെ നിന്ന് അടിച്ചിട്ട് ആ ടീമിനെ ഫിനിഷ് ചെയ്തു. സോ ഗൈസ്, ഇത് കോൺഗ്രർ ടോപ്പ് 100 ലോബിയിൽ കിട്ടിയ ലാസ്റ്റ് സോണിലൊരു 1v2 കൂടാണേ. ഇപ്പം ഈ കോമ്പൗണ്ടിൽ 4 പേരുണ്ട്. അവർ കറക്റ്റ് ഫീൽഡിങ്ങൊക്കെ സെറ്റായിട്ട് ഇരിക്കുമായിരുന്നു, 4 ബിൽഡിങ്ങിലൊക്കെ ആയിട്ട്. പക്ഷെ എന്താ പറയുക ഗൈസ്, ഒരു മൊത്തം നമ്മൾ അടിച്ചു വിടുന്നുണ്ട്. അപ്പം കോൺഗ്രർ ലോബിയിൽ 24 കില്ല് സോളോ കിൽസും കൂടെ അടിച്ചൊരു കളിയും കൂടെ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ ലാസ്റ്റ് 1v2 ഒന്ന് കണ്ടു നോക്ക്. സോ ഗൈസ്, കേട്ടില്ല ഗൈസ്, എൻ്റെ ടീമേറ്റ് കൊടുത്ത കോൾ അടിപൊളിയായിരുന്നു. അവൻ ബാക്കപ്പായിട്ട് അവനവിടെ നിർത്തിയിട്ടാണ് പോയത്. അപ്പോൾ ഇതുപോലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ സ്കോഡ് വൈപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. തന്നെ ഉണ്ടോ ഗൈസ്, ഞാൻ ആ ഒരു വണ്ടി വന്ന കാരണം അവരെല്ലാം കൂടെ എന്നെ മാത്രം നോക്കിയിരുന്നു. എൻ്റെ ടീംമേറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ വണ്ടിയിൽ വന്ന കാരണം അവർക്കെല്ലാം അടിക്കാനും നമുക്ക് ആ ഫൈറ്റോടെ വിൻ ചെയ്യാനും പറ്റി. സോ ഗൈസ്, വീഡിയോ എത്ര ഉള്ളൂ. നമ്മുടെ കണ്ടന്റ് എല്ലാം ഇഷ്ടപ്പെടുന്നെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ഗൈസ്.